ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 12. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കൂ. അതെപ്പോഴും നമുക്ക് നമ്മുടെ കോമ്പറ്റീഷനിൽ നമ്മളെ വിജയിക്കാൻ സഹായിക്കുകയുള്ളൂ, പ്രത്യേകിച്ച് ഇന്റർവ്യൂസിൽ. ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 12. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യൻ നേവി സെറ്റ് ടു കമ്മീഷൻ 2 advanced frontline frigates on 26th August 2025. 2025 ഓഗസ്റ്റ് 26 ഇന്ത്യൻ നാവികസേന 2 അഡ്വാൻസ് ഫ്രണ്ട്ലൈൻ ഫ്രിഗേറ്റുകൾ കമ്മീഷൻ ചെയ്യും. ഇന്ത്യൻ നേവിക്ക് വേണ്ടിയുള്ള 2 ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള യുദ്ധക്കപ്പലുകളാണ് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഓഗസ്റ്റ് 26 നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 26 ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്യാൻ പോകുന്ന 2 ഫ്രണ്ട്ലൈൻ ഫ്രിഗേറ്റുകൾ ഏതാണ്? ഉദയഗിരി, ഹിമഗിരി. ഇതിനു മുമ്പും കറണ്ട് അഫേഴ്സിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇതിനെക്കുറിച്ച്. അതായത് ഉദയഗിരി, ഹിമഗിരി എന്ന് പറയുന്ന ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 യുദ്ധക്കപ്പലുകൾ. ഈ 2 കപ്പലുകൾ ഇന്ത്യൻ നേവിക്ക് കൈമാറാൻ പോവുകയാണ്, അതായത് കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ് വരാൻ പോകുന്ന ഓഗസ്റ്റ് 26. ഉദയഗിരി, ഹിമഗിരി എന്ന് പറയുന്ന 2 കപ്പലുകൾ. 2025 ഓഗസ്റ്റ് 26 ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഉദയഗിരി, ഹിമഗിരി എന്ന 2 ഫ്രണ്ട്ലൈൻ ഫ്രിഗേറ്റുകൾ എവിടെയാണ് കമ്മീഷൻ ചെയ്യുക? വിശാഖപട്ടണത്താണ് ഈ 2 കപ്പലുകൾ, അതായത് ഉദയഗിരി, ഹിമഗിരി എന്ന് പറയുന്ന ഇന്ത്യൻ നേവിക്ക് കൈമാറാൻ പോകുന്ന, ഇന്ത്യൻ നേവിക്ക് കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഈ കപ്പലുകൾ. നീലഗിരി ക്ലാസ് പ്രൊജക്ട് 17 ഭാഗമായി എത്ര ഫ്രിഗേറ്റുകൾ നിർമ്മിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറും? 7 ഫ്രിഗേറ്റുകൾ. നീലഗിരി ക്ലാസ്സിലെ ആദ്യത്തെ കപ്പലാണ് നീലഗിരി. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കപ്പലാണ് ഉദയഗിരി, ഹിമഗിരി. 7 കപ്പലുകളാണ് നിർമ്മിക്കാൻ പോകുന്നത്. ഇതിൽ മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും GRSC കൊൽക്കത്തയുമാണ് ഈ 2 കപ്പൽശാലയാണ് 7 കപ്പലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നീലഗിരി ക്ലാസ്സിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള അഡ്വാൻസ് ലെവലിലുള്ള കപ്പലുകളാണ് ഉദയഗിരിയും ഹിമഗിരിയും. അതുപോലെ തന്നെ നേരത്തെ കമ്മീഷൻ ചെയ്തിട്ടുള്ള നീലഗിരി കപ്പൽ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ലോങ്സ്റ്റ് റൂട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് ലോഞ്ച്ഡ്. ഇന്ത്യയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ആരംഭിച്ചു. എവിടെയാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ആരംഭിച്ചിട്ടുള്ളത്? ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 10 ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റൂട്ട് വന്ദേ ഭാരത് ട്രെയിൻ ഏതാണ്? നാഗ്പൂർ പുനെ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 10 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ, അതായത് നാഗ്പൂർ പുനെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ളത്. 2025 ഓഗസ്റ്റ് 10 ബംഗളൂരിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര ട്രെയിനുകൾ ആരംഭിച്ചു? 3 വന്ദേ ഭാരത് ട്രെയിനും 1 ബാംഗ്ലൂരു മെട്രോ യെല്ലോ ലൈനും. ഓഗസ്റ്റ് 10 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 4 ട്രെയിൻസ് ആണ് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ളത്. 3 ട്രെയിൻസ് ആണ് വന്ദേ ഭാരതും, 1 ബാംഗ്ലൂരു മെട്രോ യെല്ലോ ലൈൻ ആണ്. ടോട്ടൽ 4 ലൈൻസ് ആണ് ബാംഗ്ലൂരിൽ വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: 18th IOAA സെറ്റ് ടു ബിഗിൻ ഇൻ മുംബൈ. 18ാമത് IOAA മുംബൈയിൽ ആരംഭിക്കും. എന്താണ് IOAA? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 18ാമത് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് സംഘടിപ്പിക്കുന്ന നഗരം ഏതാണ്? മുംബൈ. IOAA എന്നാൽ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്. 18ാമത്തെ IOAA ആണ് നടക്കാൻ പോകുന്നത് മുംബൈ. ഇന്നലെ അതിന് ഉദ്ഘാടനം. ഇന്ന് മത്സരം ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 12 മത്സരം ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 21 വരെ നടക്കുന്ന 18ാമത്തെ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുംബൈയിൽ. ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുക്കുന്നു? 64 രാജ്യങ്ങളിൽ നിന്നുള്ള 300-ലധികം ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു കോമ്പറ്റീഷൻ ആണ് ഒളിമ്പ്യാഡ്. 18ാമത്തെ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കോമ്പറ്റീഷനിൽ
64 രാജ്യങ്ങളിൽ നിന്നുള്ള 300ഓളം സ്റ്റുഡൻസ് ആണ് പങ്കെടുക്കുന്നത്. IOAA. ഇന്ത്യയിൽ 18ാമത് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് സംഘടിപ്പിക്കുന്നത് ആരാണ്? ഹോമി ഭാഭ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ, HBCSC. ഇന്ത്യയിൽ ഹോമി ഭാഭ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ ആണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്, അതായത് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്. ആദ്യത്തെ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ് നടന്നത്? 2007 തായ്ലൻഡിലെ ചിയാങ് മായ്. 18ാമത്തെ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ മുംബൈയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ 2007 2007 തായ്ലൻഡിലെ ചിയാങ് മെയ് എന്ന സ്ഥലത്തായിരുന്നു ആദ്യത്തെ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ആരംഭിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. അന്നു റാണി വിൻസ് ഗോൾഡ് ഇൻ വിമൻസ് ജാവലിൻ ത്രോ അറ്റ് ഇന്ത്യ ഓപ്പൺ 2025. 2025 ഇന്ത്യ ഓപ്പൺ വനിതാ ജാവലിൻ ത്രോയിൽ അന്നു റാണി സ്വർണം നേടി. ഇന്ത്യയുടെ പ്രൊഫഷണൽ ജാവലിൻ ത്രോറാണ് അന്നു റാണി. ഈയടുത്ത് പോളണ്ടിൽ നടന്നിട്ടുള്ള ആ മത്സരത്തിലും അന്നു റാണി വിജയിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും തൊട്ടടുത്ത് നടന്നിട്ടുള്ള ഇന്ത്യ ഓപ്പൺ 2025 ഗോൾഡ് നേടിയിട്ടുള്ളത്. വിമൻസ് ജാവലിൻ ത്രോയിൽ അന്നു റാണി ഗോൾഡ് നേടിയിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ ഓപ്പൺ 2025 വേൾഡ് അത്ലറ്റിക്സ് വെങ്കല ലെവൽ കോണ്ടിനെന്റൽ ടൂറിൽ വനിതാ ജാവലിൻ ത്രോ കിരീടം നേടിയത് ആരാണ്? അന്നു റാണി. അന്നു റാണിയാണ് വനിതാ ജാവലിൻ ത്രോയിൽ കിരീടം നേടിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ജാവലിൻ ത്രോയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിച്ചു പോകുന്നത് നീരജ് ചോപ്രയെക്കുറിച്ചാണ്. എന്നാൽ അതുപോലെ തന്നെ ഇപ്പോൾ വനിതകളിൽ കയറി വരുന്ന ഒരു വ്യക്തിയാണ് അന്നു റാണി. ജാവലിൻ ത്രോയിൽ ഏറ്റവും ലേറ്റസ്റ്റ് പറയുമ്പോൾ ഇന്ത്യ ഓപ്പൺ 2025 വേൾഡ് അത്ലറ്റിക്സ് വെങ്കല ലെവൽ ആ മത്സരത്തിൽ സ്വർണം കരസ്ഥമാക്കി. ഇന്ത്യൻ ഓപ്പൺ 2025 വേൾഡ് അത്ലറ്റിക്സ് വെങ്കല ലെവൽ കോണ്ടിനെന്റൽ ടൂർ എവിടെയാണ് നടന്നത്? ഒഡീഷയിലെ ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയം. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് കലിംഗ സ്റ്റേഡിയം. ഇവിടെ വെച്ചാണ് ഇപ്പോൾ ഇന്ത്യ ഓപ്പൺ 2025 വേൾഡ് അത്ലറ്റിക് ബ്രോൺസ് ആ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഓപ്പൺ 2025 വേൾഡ് അത്ലറ്റിക്സ് വെങ്കല ലെവൽ കോണ്ടിനെന്റൽ ടൂർ പുരുഷ ജാവലിൻ ത്രോ കിരീടം നേടിയത് ആരാണ്? ശ്രീലങ്കയുടെ റുമേഷ് പതിരകെ. ഇതേ വേദിയിൽ വെച്ച് മെൻസ് ജാവലിൻ ത്രോയിൽ ശ്രീലങ്കയുടെ റുമേഷ് പതിരകയാണ് ജാവലിൻ ത്രോയിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇതിൽ ഇന്ത്യക്കാണെങ്കിൽ ബ്രോൺസ് ആണ് ലഭിച്ചിട്ടുള്ളത്. 2025 ഇന്ത്യൻ ഓപ്പൺ വേൾഡ് അത്ലറ്റിക്സ് സീസണിലെ ഏറ്റവും മികച്ച 8.13 മീറ്റർ ചാടി പുരുഷ ലോങ് ജമ്പ് കിരീടം നേടിയത് ആരാണ്? മുരളി ശ്രീശങ്കർ. മുരളി ശ്രീശങ്കർ ആണ് ലോങ് ജമ്പിൽ 8.13 മീറ്റർ ചാടിക്കൊണ്ട് സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. അതായത് ഇതേ മത്സരത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒഡീഷയിലെ ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു മത്സരത്തിലാണ് മുരളി ശ്രീശങ്കർ ഈ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. ജാപ്പനീസ് ബോക്സർ ഹിരോമാസ ഉറാക്കാവ പോരാട്ടത്തിന് ശേഷം മരിച്ചു. ഇതൊരു വാർത്തയാണ്, അതായത് ബോക്സിംഗ് രംഗത്ത് നടന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ജാപ്പനീസ് ബോക്സർ ആയിട്ടുള്ള ഹിരോമാസ ഉറാക്കാവ ബോക്സിംഗിൽ വെച്ചുള്ള ആ ഒരു ഇഞ്ചുറിയിൽ അന്തരിച്ചു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അടുത്തിടെ ഒരേ പോരാട്ട കാർഡിൽ വ്യത്യസ്ത മത്സരങ്ങളിൽ തലച്ചോറിനേറ്റ പരിക്കുകൾ മൂലം 2 ബോക്സർമാർ മരിച്ചത് ഏത് രാജ്യത്താണ്? ജപ്പാൻ. ജപ്പാനിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ ഒരു മാസത്തിൽ തന്നെ 2 മരണങ്ങൾ നടന്നിട്ടുള്ളത്. അതായത് ബോക്സിംഗ് ആയി ബന്ധപ്പെട്ട ആ പരിക്കേറ്റ് മരിച്ച 2 പേരാണ്. അതേപോലെ തന്നെ ഈ വർഷം ജപ്പാനിലെ 3 ബോക്സേഴ്സ് ആണ് മരിച്ചിട്ടുള്ളത്. 2 പേർ ഈ ഓഗസ്റ്റിലും ഇതിനു മുമ്പ് ഫെബ്രുവരിയിൽ. ബോക്സിംഗ് മത്സരത്തിലെ ആ ഒരു പരിക്കേറ്റാണ് ഇപ്പോൾ ഈ 2 ബോക്സേഴ്സ് ആണ് മരിച്ചിട്ടുള്ളത്. 2025 ഓഗസ്റ്റ് 2 യമറ്റോ ഹെദയുമായുള്ള മത്സരത്തിനിടെയുണ്ടായ പരിക്കുകൾ മൂലം മരിച്ച ജാപ്പനീസ് ബോക്സറുടെ പേര് 28-കാരനായ ഷിഗെതോഷി കൊട്ടാരി. ഓഗസ്റ്റ് 2 28-കാരനായ ഷിഗെതോഷി കൊട്ടാരി. അദ്ദേഹം ഓഗസ്റ്റ് 2 യമറ്റോ ഹെദയുമായുള്ള ആ മത്സരത്തിലാണ് പരിക്ക് മൂലം മരിച്ചിട്ടുള്ളത്. 2025 ഓഗസ്റ്റ് 2 യോഗി സൈറ്റൂണിനെതിരെ
8ാം റൗണ്ടിൽ നോക്കൌട്ട് വഴി തോറ്റപ്പോൾ പരിക്കേറ്റതിനെ തുടർന്ന് മരിച്ച ജാപ്പനീസ് ബോക്സറുടെ പേര് ഹിരോമാസ ഉറാക്കാവ. ഓഗസ്റ്റ് 2-ാം തീയതി നടന്നിട്ടുള്ള 2 മത്സരങ്ങൾ, അതിൽ മരിച്ച ഒരു വ്യക്തിയാണ് ഷിഗേതോഷി കൊട്ടാരി, മറ്റൊന്ന് ഹിരോമാസ ഉറാക്കാവ. രണ്ടുപേരും ഓഗസ്റ്റ് 2-ാം തീയതി നടന്നിട്ടുള്ള മത്സരത്തിലാണ് മരിച്ചിട്ടുള്ളത്. ഇതോടുകൂടി ജാപ്പാനീസിലെ 3 ബോക്സേഴ്സ് ആണ് ഇഞ്ചുറി മൂലം കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് അണ്ടർ-20 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ്, ഋത്തിക ബാഗ്സ് ഹെവി വെയ്റ്റ് ഗോൾഡ് ആസ് ഇന്ത്യ വിൻ 13 മെഡൽസ്. അണ്ടർ-20 ഏഷ്യ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകൾ ഇന്ത്യ 13 മെഡലുകൾ നേടിയതോടെ ഋത്തിക ഹെവി വെയ്റ്റ് സ്വർണം നേടി. അണ്ടർ-20 അണ്ടർ-19 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം അവസാനിച്ചു. ഇതിൽ അണ്ടർ-20 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഋത്തിക സ്വർണം കരസ്ഥമാക്കി. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ബാങ്കോക്കിൽ നടന്ന ഏഷ്യൻ അണ്ടർ-19 അണ്ടർ-20 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 27 മെഡലുകൾ. അണ്ടർ-19 വിഭാഗത്തിൽ 17 മെഡലും അണ്ടർ-20 വിഭാഗത്തിൽ 13 മെഡലുകളും. ആകെ 27 മെഡൽസ് ആണ് നേടിയിട്ടുള്ളത്. ആകെ 2 കാറ്റഗറി, അതായത് അണ്ടർ-19 കാറ്റഗറിയും അണ്ടർ-20 കാറ്റഗറിയിലും ഈ 2 മത്സരത്തിലൂടെ 27 മെഡൽസ്, അതായത് അണ്ടർ-19 14 മെഡൽസും അണ്ടർ-20 13 മെഡൽസ് ആണ് നേടിയിട്ടുള്ളത്. 2025 ബാങ്കോക്കിൽ നടന്ന ഏഷ്യൻ അണ്ടർ-19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 2ാം റാങ്ക്. അണ്ടർ-20 വിഭാഗത്തിൽ 4ാം റാങ്ക്. 2 മത്സരങ്ങൾ, ഒന്ന് അണ്ടർ-19 മറ്റൊന്ന് അണ്ടർ-22. അണ്ടർ-19 ഇന്ത്യക്ക് 2ാമത്തെ റാങ്കും അണ്ടർ-22 ഇന്ത്യക്ക് 4ാമത്തെ റാങ്കാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.